അതായത് ഇവിടെ കുറേ പ്രതീകങ്ങൾ വരുന്നുണ്ട്. ഈ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അത് ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഇടിമിന്നൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇടിമിന്നലിനെ കുറിച്ച് ഉടനെ പറയും ഈശോ. അതറിയണമെങ്കിൽ അപ്പോസ്തലന്മാർ വന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. അതായത് യോഹന്നാൻ 12:29 ശ്രുതികളുടെ ഹല്ലേലൂയ. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. ഏത് കേട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പിതാവിൻ്റെ സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി മഹത്വപ്പെടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? തിന്മയുടെ ശക്തിമേലെ നിനക്ക് അധികാരം കൊടുക്കുകയാണ്. അതായത് നീ ബലിയർപ്പിച്ചാൽ, നീ പാപത്തിന് പരിഹാരം ചെയ്താൽ, നീ കുരിശിൽ മരിച്ചാൽ, ഈ കുരിശ് മരണം ഞാൻ ഏറ്റെടുത്തിട്ട് അത് പരിഹാരമായി സ്വീകരിച്ചിട്ട് ലോകത്തിൽ നിന്ന് പാപത്തിൻ്റെ മേലെ അധികാരം നൽകിക്കൊണ്ട് സാത്താനെ ഞാൻ പുറന്തള്ളും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ, പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. നമുക്ക് തിരിച്ചു വരാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് വരെ കേട്ട ടൈം ഷോർട്ടനിങ്ങിനേക്കാളും, നമ്മൾ ഇന്ന് വരെ കേട്ട ലൈറ്റ് വെയ്റ്റിങ്ങിനേക്കാളും അതിൻ്റെ മദർ ഗ്രേസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ അതിനൊക്കെ കാരണമാക്കുന്ന കാരണങ്ങളുണ്ട്. എന്താണ്? 3 പ്രോസസ്സാണ്. ഒരേ സമയം തന്നെ അടയാളം കാണിക്കണ മുമ്പ് എന്താ സംഭവിക്കേണ്ടത്? ദൈവനാമം മഹത്വപ്പെട്ടിരണം. ദൈവനാമം മഹത്വപ്പെടുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടണം. അപ്പോഴേ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും എന്നാണോ നിൻ്റെ ജീവിതത്തിൽ നിന്ന്, നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ ഓരോന്നായി മാറ്റപ്പെടുന്നുവോ, പുറന്തള്ളപ്പെടുന്നുവോ, അന്നെല്ലാം ദൈവത്തിൽ നാം മഹത്വപ്പെടുകയും അതെല്ലാം അടയാളം കാണുകയും ചെയ്യും. അങ്ങനെയാണ് ടൈം ഷോർട്ട് ചെയ്യണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. അപ്പം ഈശോയുടെ പ്രാർത്ഥന എന്താ? മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? മർമ്മത്ത് കൊള്ളണം. നാം മർമ്മത്ത് കൊള്ളണില്ലല്ല, അവിടെ ഇവിടെ അടിക്കല്ലേ. മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥന എന്താ ഈശോ പ്രാർത്ഥിച്ചിരിക്കണം നോക്കിയേ എന്ന് നമ്മൾ കണ്ടതല്ലേ? പിതാവേ 28 എടുത്ത് 12:28 യോഹന്നാൻ. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. വെരി സിമ്പിൾ. ഈ സാധനത്തിന് എലാബറേറ്റഡ് ഫോമാണ് സ്വർഗസ്ഥനായ പിതാവ്. മനസ്സിലായില്ലേ? ഇത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേ ഉള്ളൂ സംഭവം. ഈ സംഭവത്തിൻ്റെ എലാബറേറ്റഡ് ഫോമാണ് അവർ ഫാദർ ഇൻ ഹെവൻ.